ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360യിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു എക്സാമിന്റെ അപ്ഡേഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത്, ഈ ഒരു എക്സാം വഴി ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻസ് ലഭിക്കും, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഇന്ത്യയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒന്നാണ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്, ബിറ്റ്സ്. ബിറ്റ്സ് പിലാനി, അതുപോലെ തന്നെ ബിറ്റ്സ് ഗോവ, ബിറ്റ്സ് ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ ക്യാമ്പസുകളിലെ ബിരുദ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിനായി നടത്തുന്ന ദേശീയതല പരീക്ഷയാണ് ബിറ്റ്സാറ്റ്. ഇപ്പോൾ ഗുണനിലവാരമുള്ള ഒരു വിദ്യാഭ്യാസം, മികച്ച പ്ലേസ്മെന്റ് സൗകര്യങ്ങൾ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലാബുകൾ എന്നിവ ബിറ്റ്സാറ്റിലെ വിദ്യാർത്ഥികളെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്ന ഒന്നാണ്. അപ്പോൾ IIT-കളോട് കടപിടിക്കുന്ന നിലവാരമുള്ള ഈ സ്ഥാപനത്തിലേക്ക് പ്രവേശനം നേടുക എന്നത് ഏതൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെയും സ്വപ്നമാണ്. അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എൻട്രൻസ് പരീക്ഷകൾ, സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസുകൾ, അഡ്മിഷൻ, കരിയർ ഗൈഡൻസ് നടപടികൾ, നിങ്ങളുടെ വിദ്യാഭ്യാസ ഭാവി നിർണ്ണയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇനി ഒരു ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇൻസൈറ്റ് 360 ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സ് ഗൈഡൻസും എല്ലാ പുതിയ അപ്ഡേറ്റുകളും ഡെഡ്ലൈനുകളും നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ തന്നെ ലഭിക്കും. അപ്പം ഇനി പഠന ലോകത്തിലെ ആശയക്കുഴപ്പങ്ങളെല്ലാം തന്നെ മാറ്റി നിങ്ങളുടെ ഭാവിയിലേക്ക് വഴികാട്ടിയായിട്ട് ഇൻസൈറ്റ് 360 നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതിനായിട്ട് ഇൻസൈറ്റ് 360 ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും. എന്താണ് ബിറ്റ്സാറ്റ്? ബിറ്റ്സാറ്റ് പിലാനി ക്യാമ്പസുകളിലെ ബി ഫാം, MSc എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായിട്ട് നടത്തുന്ന ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ്. ഓരോ വർഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എഴുതുന്നത്. അപ്പോൾ അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12ാം ക്ലാസ് പരീക്ഷ വിജയിച്ചവർക്കോ അല്ലെങ്കിൽ ഫൈനൽ ഇയർ എക്സാം ഈ കറണ്ട് 2026 എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്കോ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. BA കോഴ്സുകൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവ പഠിച്ചിരിക്കണം. BPharm കോഴ്സുകൾക്കാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയോടൊപ്പം ബയോളജി, മാത്തമാറ്റിക്സും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എന്നീ വിഷയങ്ങൾക്ക് ആകെ 75% കുറയാത്ത ഒരു മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ ഓരോ വിഷയത്തിനും കുറഞ്ഞത് ഒരു 60% മാർക്ക് നിർബന്ധമാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അതുപോലെ എക്സാമിന്റെ പാറ്റേൺ എന്ന് ചോദിച്ചാൽ ബിറ്റ്സാറ്റ് പരീക്ഷ പൂർണ്ണമായിട്ടും ഓൺലൈൻ വഴി തന്നെയാണ് നടക്കുന്നത്. 3 hours ആണ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 130 ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സിൽ നിന്ന് ഒരു 30 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിയിൽ നിന്ന് 30, ദെൻ ഇംഗ്ലീഷിൽ 10 ക്വസ്റ്റ്യൻസ്, അതുപോലെ ലോജിക്കൽ റീസണിങ്ങിന് ഒരു 20 ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജിന് 40 ക്വസ്റ്റ്യൻസ്. ഓരോ ശരി ഉത്തരത്തിനും 3 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. തെറ്റായ ഉത്തരത്തിന് 1 മാർക്കാണ് കുറയ്ക്കുക. അപ്പോൾ ബോൺസ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ലഭിക്കും. അതായത് നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ 130 ക്വസ്റ്റ്യൻസും പൂർത്തിയാക്കുകയാണെങ്കിൽ അധികമായിട്ട് നിങ്ങൾക്ക് ഒരു 12 ക്വസ്റ്റ്യൻസും കൂടി ലഭിക്കും. ഇത് നിങ്ങളുടെ സ്കോർ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പരീക്ഷാ സെക്ഷനുകൾ നോക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് ബിറ്റ്സാറ്റ് 2 സെക്ഷനുകളായിട്ടാണ് നടക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് 1 അല്ലെങ്കിൽ 2 സെക്ഷനുകളിലോ പങ്കെടുക്കാം. 2 തവണയും പരീക്ഷ എഴുതുന്നവർക്ക് അതിൽ ലഭിക്കുന്ന ഉയർന്ന മാർക്ക്, ബെസ്റ്റ് റാങ്കിങ് നോക്കിയിട്ടാണ് ഇവരെ സ്കോറിംഗ് പരിഗണിക്കും. ഇതിൽ ഡയറക്റ്റ് അഡ്മിഷൻസ് ആണ് വരുന്നത്. അതായത് വിവിധ ബോർഡുകളിൽ CBC അല്ലെങ്കിൽ ICSE, സ്റ്റേറ്റ് ബോർഡ് 12ാം ക്ലാസ് പരീക്ഷ 1ാം റാങ്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് ബിറ്റ്സാറ്റ് എഴുതാതെ തന്നെ ബിറ്റ്സിൽ നേരിട്ട് പ്രവേശനം ലഭിക്കാനായിട്ട് ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അപ്പോൾ ഇത് മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വലിയൊരു അംഗീകാരം കൂടിയാണിത്. ഇനി ഇതെങ്ങനെയാണ് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻസ് നടത്തേണ്ടത്? NCERT-യിലെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ 12ാം ക്ലാസ്സിലെ NCERT പാഠപുസ്തകങ്ങൾ അടിസ്ഥാനമാക്കി പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയം പരിമിതമായതിനാൽ ചോദ്യങ്ങൾ വേഗത്തിലും കൃത്യമായും പരിഹരിക്കാനായിട്ട് നിങ്ങൾ പരിശീലിക്കണം. നോർമലി ബിറ്റ്സാറ്റിന്റെ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ കറന്റ് December 15 തൊട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. മാർച്ച് വരെ നിങ്ങൾക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ലേറ്റ് ആവാതെ തന്നെ എത്രയും പെട്ടെന്ന് ഈ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ കറക്ഷൻ പീരീഡ് March 18 to ഒരു March 20 വരെയാണ് ഇതിന്റെ കറക്ഷൻ പീരീഡ് വരുന്നത്. അതുപോലെ April 26 കൂടിയൊക്കെ ആകുമ്പോൾ നമുക്ക് സ്ലോട്ട് ബുക്കിംഗ് സെക്ഷൻ ആയിരിക്കും. ദെൻ അതുപോലെ അഡ്മിറ്റ് കാർഡ് ഏപ്രിലോട് കൂടി തന്നെ നമുക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യും. ദെൻ ബിറ്റ്സാറ്റിന്റെ എക്സാം വരുന്നത് April 15 അല്ലെങ്കിൽ April 17 ആ ഒരു ഡേറ്റിലാണ്. ഈ ഡേറ്റ്സുകളെല്ലാം താൽക്കാലികമാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചേഞ്ചസുകൾ വരാനായിട്ട് ചാൻസസുകളുണ്ട്. അതുപോലെ തന്നെ April 20 മെയ്ക്കുള്ളിൽ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ സ്ലോട്ട് ബുക്കിംഗ് നമുക്ക് മെയിലും ഉണ്ടായിരിക്കും. ദെൻ അഡ്മിറ്റ് കാർഡ് നമുക്ക് റിലീസ് ചെയ്യും മെയിൽ തന്നെ.
ദെൻ ഫൈനലി എക്സാം സെക്ഷൻ 2 കഴിഞ്ഞാൽ നമുക്ക് കൗൺസിലിംഗ് സെക്ഷൻ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഫൈനൽ സ്കോർ നമുക്ക് ജൂൺ എൻഡ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റോട് കൂടി പബ്ലിഷ് ചെയ്യും. അപ്പോൾ പരീക്ഷാ രീതികൾ മനസ്സിലാക്കാൻ 3 വർഷങ്ങൾ ചോദ്യപേപ്പറുകൾ, ഓൺലൈൻ മോക്ക് ടെസ്റ്റുകളെല്ലാം നിങ്ങൾ നന്നായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഏതൊരു എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഫീ പേയ്മെൻറ്റ്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു സെക്ഷൻ എക്സാം നിങ്ങൾ എഴുതുകയാണെങ്കിൽ ജെൻസിനാണെങ്കിൽ 3600, ഫീമെയിൽസ് ആണെങ്കിൽ 3100, ട്രാൻസ്ജെൻഡേഴ്സിന് 3200 വരിക. അതുപോലെ തന്നെ 2 സെക്ഷനും നിങ്ങൾ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ എഴുതുന്നുണ്ടെങ്കിൽ മെയിലിന് 5600, ഫീമെയിൽസിന് 4600, ട്രാൻസ്ജെൻഡേഴ്സിന് 4600 വരിക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നിൽ പഠിക്കുക എന്നതാണ് നിങ്ങളുടെ കരിയറിൽ വലിയൊരു നാഴികക്കല്ലാണ് എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബിറ്റ്സാറ്റ് പരീക്ഷ വെറും ഒരു പ്രവേശന പരീക്ഷ മാത്രമല്ല, അത് നിങ്ങളുടെ കഴിവും കൃത്യതയും തെളിയിക്കാനുള്ള ഒരു വേദി കൂടിയാണ്. കഠിനാധ്വാനം, കൃത്യമായ പ്ലാനിങ്ങും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആർക്കും ഈ ഒരു പരീക്ഷ വിജയിക്കാവുന്നതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസൈറ്റ് 360 മെന്റേഴ്സായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ സോഷ്യൽ മീഡിയ പേജസുകളെല്ലാം തന്നെ ഒന്ന് ഫോളോ ചെയ്യുക.